അടുത്ത സെക്ഷനാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കിപ്പോയാലോ. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം സന്തോഷം കിട്ടും, അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിച്ചിരുന്നത് അല്ലേ? സന്തോഷം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, അതിനെയായിരുന്നു നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിച്ചിരുന്നത്. ഇനി എന്താ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്നറിയോ? നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തിന് നമുക്ക് അളക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. അങ്ങനെ അളക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ സ്പീഡൊക്കെ പറയില്ലേ, ഇപ്പോൾ 60 km/h സ്പീഡ്, അങ്ങനെ ഒരു കണക്കിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന, ഒരു എണ്ണാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. അതേപോലെ ഇപ്പോൾ സന്തോഷം നമ്മൾ അളക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കിട്ടുന്നത്, എന്നാൽ എനിക്കൊരു ഐസ്ക്രീം കഴിക്കുമ്പോൾ 2 സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. അതേപോലെ അളക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള കാശിനനുസരിച്ചൊക്കെ ആയിരിക്കും ഇതിൻ്റെ വരിക, യൂട്ടിലിറ്റി വരിക. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ ചോക്ലേറ്റിനേക്കാളും ഇഷ്ടം ഐസ്ക്രീമാണ്. ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നുള്ളൂ, അതിനിപ്പോൾ ഞാൻ യൂണിറ്റിൽ പറയുകയാണ്, 1 യൂണിറ്റ് സന്തോഷം കിട്ടുന്നുള്ളൂ. എന്നാൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷം കിട്ടുന്നുണ്ട്, എന്നുവെച്ചാൽ 2 യൂണിറ്റ് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷം കിട്ടും? 2 യൂണിറ്റ് സന്തോഷം കിട്ടും, 2 യൂണിറ്റ് ഹാപ്പിനെസ്. എന്നാൽ 2 ഐസ്ക്രീം കഴിക്കുകയാണെങ്കിലോ എനിക്ക് 4 യൂണിറ്റ് ഹാപ്പിനെസ് കിട്ടും അല്ലേ? ഒരു ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ 2 സന്തോഷം കിട്ടുമായിരുന്നു, അപ്പോൾ 2 ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ 4 സന്തോഷം കിട്ടും. അപ്പോൾ അതിനെ എനിക്കൊരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെയാണ്? നമുക്ക് മനക്കണക്കിന് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 3 ചോക്ലേറ്റും 2 ഐസ്ക്രീമുമാണ് കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആകെ സന്തോഷം എന്തായിരിക്കും വരിക? 3 ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എനിക്ക് 3 സന്തോഷം കിട്ടും. 2 ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്ക് 2ൻ്റെ ഇരട്ടി 4 സന്തോഷം കിട്ടും. അപ്പോൾ 3 + 4 = 7 സന്തോഷം എനിക്ക് ആകെ കിട്ടും അല്ലേ? ഇനി യൂട്ടിലിറ്റി ഫംഗ്ഷന് 2 ടൈപ്പിലുണ്ട്. ഒന്നെങ്കിൽ കൂട്ടി പോകുന്ന യൂട്ടിലിറ്റി ഫംഗ്ഷനുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന യൂട്ടിലിറ്റി ഫംഗ്ഷനുണ്ട്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ ചോക്ലേറ്റും വാങ്ങാം, ഐസ്ക്രീമും വാങ്ങാം. അപ്പോൾ ആ സന്തോഷം എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 3 ചോക്ലേറ്റും 2 ഐസ്ക്രീമും വാങ്ങുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താ വരിക? 3 + 2 × 2 7 വരും അല്ലേ? അപ്പോൾ 3 + 2 3 + 4 അതിനെ നമ്മൾ കൂട്ടി പോവുകയല്ലേ ചെയ്തത്, അതിൻ്റെ ഹാപ്പിനെസ്. എന്നാൽ ചിലതുണ്ട്, നമുക്ക് അത് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ സന്തോഷം ഇങ്ങനെ കൂട്ടിപ്പോകാനല്ല, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതേ ടൈപ്പിലുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മളൊരു ബാഗ് വാങ്ങാം, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡ്രസ്സും കൂടെ വാങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ഈ സന്തോഷം കൂട്ടുകയാണ് ചെയ്യുക അല്ല? നമ്മൾ ഗേൾസിനൊക്കെ പ്രത്യേകിച്ചിട്ടും അതിൻ്റെ സന്തോഷം എന്താ ചെയ്യുക? ഇരട്ടിയാവുക ചെയ്യുക അല്ലേ? അപ്പോൾ ആദ്യത്തേന് നമുക്ക് എത്രയാണ് ഹാപ്പിനെസ് കിട്ടിയത് അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അടുത്ത ഹാപ്പിനെസ് കൂടി കിട്ടുക. അപ്പോൾ നമ്മൾ X × Y എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും അത് ചെയ്യുക. ഇനി നോക്കിയേ, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇഷ്ടമില്ലാത്തൊരു സാധനം, ഇപ്പോൾ നല്ല കയ്പുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിച്ചു. അപ്പോൾ ഇത്രയും നേരമുള്ള ഈ സന്തോഷം പിന്നെ ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സാധനം അതൊന്നിനും കൊള്ളാത്തൊരു സാധനമായി, നമുക്ക് ടേസ്റ്റ് തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് സന്തോഷം ഇല്ലാത്തൊരു സാധനത്തിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, 0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് 0 ആവുന്ന പോലെ നമ്മുടെ അത്രയും നേരത്തെ സന്തോഷം എന്തായി പോവും? 0 ആയി പോവും. ഇനി അടുത്തതാണ് മാർജിനൽ യൂട്ടിലിറ്റി. എക്സാമിനൊക്കെ കാണാറുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, നമ്മളൊരു സാധനം ഒന്നും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 2 ചോക്ലേറ്റ് കഴിച്ചു, എന്നിട്ട് 1 ചോക്ലേറ്റും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം എക്സ്ട്രാ ഹാപ്പിനെസ് കിട്ടും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സ്ട്രാ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എനിക്ക് 3 സന്തോഷം കിട്ടുന്നുണ്ട്, ഒരു 3 യൂണിറ്റ് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എത്ര വരിക? 3 വരിക. എന്നാൽ ഞാൻ വീണ്ടും ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാലോ എനിക്ക് അത്ര കൂടുതൽ സന്തോഷം കിട്ടുമോ? ഇല്ല. നമുക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം, ഒരു സാധനം എക്സ്ട്രാ കഴിക്കുമ്പോഴുള്ള സന്തോഷമാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്ട്രാ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇനി എന്തിനാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ കാണുന്നത്? യൂട്ടിലിറ്റി ഫംഗ്ഷൻ കാണുന്നതെന്ന് വെച്ചാൽ,
ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒക്കെ എത്രത്തോളം ആൾക്കാർ ഒരു സാധനം വാങ്ങും. ഇപ്പോൾ ഒരാളിപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങും, ഇല്ല, അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും, സന്തോഷം കുറഞ്ഞു വരും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ സാധനം വാങ്ങാനുള്ള ചാൻസും എന്ത് ചെയ്യും, ഒരുപാട് വാങ്ങാനുള്ള ചാൻസും കുറഞ്ഞു വരും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കസ്റ്റമേഴ്സിന് എത്രത്തോളം സാധനം കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ നമ്മളെ ഈ സ്ഥാപനം നടത്തുന്നവർക്ക് കിട്ടാം. ഇനി അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കോഫിക്ക് 100 രൂപയാണ്, ഒരു സാൻഡ്വിച്ചിന് 100 രൂപയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 200 രൂപയാണ് ഉള്ളത്. ഇപ്പോൾ കോഫിക്ക് ഒരു 10 യൂണിറ്റ് ഹാപ്പിനെസ്സാണ് കിട്ടുന്നത്. ഒരു കോഫി കുടിച്ചാൽ നമുക്ക് 10 യൂണിറ്റ് സന്തോഷം കിട്ടും. എന്നാൽ സാൻഡ്വിച്ച് കഴിച്ചാൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ ഒരു 15 യൂണിറ്റ് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ സാൻഡ്വിച്ചാണോ ആദ്യം എടുക്കുക, കോഫിയാണോ ആദ്യം എടുക്കുക? ഓഫ് കോഴ്സ് നമ്മൾ സാൻഡ്വിച്ച് ആയിരിക്കുമല്ലോ എടുക്കുക. കാരണം എന്താ, നമ്മുടെ സന്തോഷം കൂടുതൽ അതാണ്. ഇനി ചോദിക്കട്ടെ, എന്താണ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ മെഷർ ചെയ്യുന്നത്? നമ്മളാകെ പറഞ്ഞിട്ടുള്ള യൂട്ടിലിറ്റി ഫംഗ്ഷനാണ്. എന്താ യൂട്ടിലിറ്റി ഫംഗ്ഷൻ മെഷർ ചെയ്യണത്? നമ്മൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ അളക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ അളക്കുന്നത്? നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അളക്കുന്നത്.